ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് സ്ലീവാകാലത്തെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ കാലഘട്ടത്തിൽ തിരുസഭ ശിഷ്യന്മാരിലൂടെ വളരുന്ന, ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അനുസ്മരണ വേളയാണ്. ഇന്ന് ഈശോ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തു ശിഷ്യൻ്റെ വഴിയിൽ അവനേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. അവിടുന്ന് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം നിങ്ങൾ. വിവേകത്തോടുകൂടെ തൻ്റെ ശുശ്രൂഷ നിർവഹണം നടത്തുവാൻ ഓരോ ക്രിസ്ത്യാനിയും പ്രതിജ്ഞാബദ്ധരാണ്. അവിടെ നിഷ്കളങ്കതയുടെ ഭാവം ഉണ്ടാകണമെന്നുകൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരുഷമായ പെരുമാറ്റവും സംസാരവും നമ്മുടെ വാക്കുകളിൽ പുലർത്തേണ്ട മിതത്വവുമൊക്കെ ഈശോ നമ്മുടെ പരിഗണനയ്ക്കായിട്ട് നൽകുകയാണ്. വിവേകത്തോടുകൂടി ഒരു കാര്യം നിർവഹിക്കുമ്പോൾ അവിടെ മാനുഷിക മൂല്യങ്ങൾ കൈമോശം വന്നു പോകരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ഭാഷയിലൂടെ നമ്മളെ ആരെയും മുറിവേൽപ്പിക്കുന്നു എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. വിശുദ്ധ യേശുപിതാവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നത് പോലെ, എൻ്റെ ഒരു വാക്കുമൂലം, എൻ്റെ ഒരു പ്രവൃത്തി മൂലം ആരും വേദനിക്കാനും സങ്കടപ്പെടാനും കണ്ണീര് കുടിക്കാനും ഒന്നും ഇടയാകരുത് എന്ന് ഹൃദയപരമാർത്ഥതയോടെ ആഗ്രഹിക്കുന്നവരാകണം നിഷ്കളങ്കരായ ക്രിസ്തു ശിഷ്യൻ. എന്നാൽ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ 2 വട്ടം ആലോചിച്ച് ചെയ്യുന്നതാണ് എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും അവനുണ്ട്. ക്രിസ്തു ശിഷ്യൻ്റെ വഴികളൊക്കെ ഈശോ വളരെ സുതാര്യമായി ക്രമീകരിച്ചിരിക്കുകയാണ്. അവനൊന്നേ ചെയ്യേണ്ടു, ആത്മാർത്ഥമായി വചനം പ്രഘോഷിക്കുക. ആ വചനവീഥിയിൽ അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കൃത്യതയോടെ അഡ്രസ്സ് ചെയ്യുവാൻ ഈശോ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നാടുവാഴികളുടെയും സിനഗോഗ് അധികാരികളുടെയും മുമ്പിൽ നിങ്ങൾ നിർത്തപ്പെടുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. ധീരതയോടെ അവിടുത്തെ പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ആരുടെയും മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുന്ന, ആരുടെയും മുമ്പിൽ വിഴുങ്ങിപ്പോകുന്ന ദൈവരാജ്യ പ്രഘോഷണമല്ല ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ടത്. നീ നിന്റെ പ്രതിയോഗികളുടെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ എന്തു സംസാരിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും നീ ആകുലപ്പെടേണ്ട. നിന്നിൽ വസിക്കുന്ന പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നീ എന്തു പറയണമെന്ന് നിൻ്റെ നാവിൽ, നിൻ്റെ അധരത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ കൃത്യമായി രൂപപ്പെടുത്തിക്കൊള്ളും. നീ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം ഈശോ അവസാനിപ്പിക്കുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു സുവിശേഷ വീഥി നിന്റെ ജീവിതത്തിൽ ഉയർത്തുന്നത് സുഖത്തിൻ്റെ പട്ടുമെത്തയല്ല. പ്രതിസന്ധികളില്ലാത്ത, പ്രതികൂല്യങ്ങളില്ലാത്ത ഒരു വഴിയിലൂടെ സുരക്ഷിതമായി നടക്കാമെന്ന് നീ കൊതിക്കണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിന്റെ വഴികളിൽ ഒരുപക്ഷെ വേദനകൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാകും. നിന്നെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകും. പ്രലോഭനത്തിൻ്റെ വാക്കുകളുണ്ടാകും. പ്രതിസന്ധികളുടെ മുമ്പിൽ
തളർന്നു വീഴുന്ന, പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ നിനക്കുണ്ടാകും. പക്ഷെ അവിടുന്ന് പറഞ്ഞ വാക്കിന് നാം ചെവി കൊടുക്കണം. അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുക. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനമെന്നത് അവൻ്റെ ജീവിത പുണ്യമായി മാറ്റണമെന്ന്, ഏറ്റെടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. അവിടെ പതറിപ്പോകരുത്. നമ്മൾ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറുന്ന ഒരു ജീവിതം ക്രിസ്ത്യാനിക്ക് അഭികാമ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവസാന നിമിഷത്തോളം അവന് സാക്ഷിയായിട്ട് ജീവിക്കാൻ, കർത്താവെ പതറിപ്പോകാൻ എന്നെ അനുവദിക്കരുത് എന്ന് ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കാനാണ് നമ്മൾ തുനിയേണ്ടത്. ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന ഓരോ വഴികളിലും അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന അനുഗ്രഹം അത് ഏറെ ഹൃദ്യമാണ് എന്ന്, ഏറെ ധന്യമാണ് എന്ന് ഹൃദയപരമാർത്ഥതയോടെ നാം തിരിച്ചറിയണം. എന്നെക്കുറിച്ച് കരുതലുള്ള ഒരു തമ്പുരാൻ എനിക്കുണ്ട്. അവൻ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആശങ്കകളില്ലാതെ, ഭയാശങ്കകളില്ലാതെ അവനെ സാക്ഷിയായിത്തീരുന്നതിൽ അഭിമാനം കൊള്ളുന്നവനായിട്ട് നീ മാറണം. നിൻ്റെ സംസാരവും പെരുമാറ്റവും ഒന്നും ക്രിസ്തു മാർഗത്തിൽ തടസ്സമായി പ്രാതുകൂല്യമായിട്ട് തീരാൻ പാടില്ല. ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമായി കരുതാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി ഏറ്റെടുക്കാൻ നിനക്ക് സാധിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞു വെച്ച ആ സഹന നിമിഷങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. രോഗപീഠകൾ, അസ്വസ്ഥതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമെന്നോണം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ദുരന്ത സമാനമായ എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വീരചരമം പ്രാപിച്ച വിശുദ്ധാത്മാക്കളുടെ, പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ ജീവിതം നമ്മുടെ ഓർമ്മയിലുണ്ട്. അവനെ പ്രഘോഷിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരാണ് അവരിലേറെ പേരും. ക്രിസ്തു സാക്ഷിയായതിൻ്റെ പേരിൽ ഗത കൊണ്ടടിച്ചും കുന്തം കൊണ്ട് കുത്തവിയും കുരിശിലേറ്റിയും ഒക്കെ മരണം വരിക്കേണ്ടി വന്ന ഒരുപാട് ധന്യാത്മാക്കൾ. അവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. വലിയ രോഗങ്ങളുടെ മധ്യേ പരാതി കൂടാതെ, പദം പെറുക്കി കരയാതെ ആ വേദനകളെ സ്വീകരിച്ച വ്യക്തികൾ വിശുദ്ധ കൊച്ചുത്രേസ്യയും അൽഫോൻസാമയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവർ ഒളിച്ചോടിയില്ല. അവർ രോഗങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് മറുതലിച്ചില്ല. എന്തിനാ ദൈവമേ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്ന് മറുചോദ്യം ചോദിച്ചില്ല അവർ. അൽഫോൻസാമയും കൊച്ചുത്രേസ്യയും ഒക്കെ ചെയ്തത്, കർത്താവെ ഇനിയും എനിക്ക് സഹനങ്ങൾ തരിക, ഈ സഹന വഴികളാകട്ടെ സ്വർഗരാജ്യത്തിലേക്ക് എന്നെയും എനിക്ക് ചുറ്റുമുള്ള ലോകത്തെയും നയിക്കേണ്ടത് എന്ന് വിശ്വാസത്തോടെ അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച നിയോഗങ്ങളാണ്. തങ്ങളുടെ രോഗപീഠകൾ കടന്നു വന്നപ്പോൾ ഈ സഹനങ്ങൾ അവർ സ്വർഗീയമായി ഏറ്റെടുത്തു. എൻ്റെ വേദനകളെല്ലാം കർത്താവെ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന റോസാപുഷ്പങ്ങളാണ് എന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞപ്പോൾ ഈ സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന പുണ്യത്തിൻ്റെ വഴിയാണ് അൽഫോൻസാമ തിരഞ്ഞെടുത്തത്. ആ പുണ്യവഴികളാണ് അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഈ സഹന നിമിഷങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. ഈ സഹനങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ, തമ്പുരാനില്ലാത്ത ലോകത്ത് വേദനയും ദുഃഖമൊന്നും ഇല്ല എന്ന് കരുതി അവിടുത്തെ ഉപേക്ഷിച്ച് പോയാൽ നമുക്ക് സംഭവിക്കുന്ന, നാം നേരിടേണ്ടി വരുന്ന നഷ്ടം ചെറുതായിരിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിനെ ജീവൻ്റെ സർവസ്വമായി ഏറ്റെടുത്ത് അവൻ്റെ വഴികളിലൂടെ ധീരമായി മുന്നേറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഇതാരുടെയെങ്കിലും മാത്രം ഉത്തരവാദിത്വം എന്ന നിലയിൽ അവരുടെ ചുമലിൽ മാത്രം കെട്ടിവെച്ചിട്ട് മാറി നിൽക്കേണ്ടവനല്ല നീ. അവന് സാക്ഷിയാവുക എന്നത് എല്ലാ ക്രിസ്ത്യാനിക്കുമുള്ള വിളിയാണ്.
അവൻ്റെ വചനം പ്രഘോഷിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. കർമ്മസാക്ഷ്യം വഹിക്കുന്നവരാകാൻ, ധീരതയോടെ അവിടുത്തെ പങ്കുവെക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. ഈശോ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം ചൊരിഞ്ഞ്, കൃപ ചൊരിഞ്ഞ് നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ മാർഗങ്ങളെ അവിടുന്ന് ശോഭനമാകട്ടെ. വിവേകത്തിൻ്റെ, നിഷ്കളങ്കതയുടെ പുണ്യം തന്ന്, സഹനങ്ങളെ കൈനീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ് തന്ന് അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവാശ്രയബോധം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അവൻ്റെ കുരിശിലേക്ക് നോക്കിയിട്ട് നീയല്ലാതെ ആരുണ്ട് തമ്പുരാനെ എനിക്ക് അഭയം നൽകാനെന്ന് പത്രോസ്ലിഹായെയൊക്കെ പോലെ ഉറക്കെ പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.